ഹായ് വെൽക്കം ബാക്ക് ടു ഐഷാസ് ഫ്ലവേഴ്സ് ചാനൽ. ഐഷാസ് ഫ്ലവേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ കോഴിക്കോടിൽ എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടെ ആണുങ്ങൾ ഇന്ന് ആരുമില്ല ഭക്ഷണത്തിന്. അപ്പോൾ ഞാൻ തന്നെ അവളോട് പറഞ്ഞു, നമുക്കൊരു നാടൻ ഭക്ഷണം ഉണ്ടാക്കാം. വീട്ടിൽ നിന്ന് പപ്പായ ഉപ്പേരി വയ്ക്കാം, സാധാരണ ഒരു മീൻ കറിയും പപ്പടവും മാത്രം മതിയാണ്. മീൻ കറി ചട്ടിയിലേക്ക് തക്കാളി, ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പിലൊക്കെ ഇട്ട് തേങ്ങയും മുളകും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് അരച്ചെടുത്ത് അതിനകത്തേക്ക് ഒഴിച്ച് പുളി ഒഴിച്ചിട്ട് കലക്കി അടുപ്പിലേക്ക് വെച്ചു. ചെറിയ മാന്തലാണ് കിട്ടിയിരിക്കുന്നത്. മീൻ ചെറിയ നങ്ക് മീൻ എന്നൊക്കെ പറയും ചില സ്ഥലങ്ങളിൽ. ഇവിടെ കോഴിക്കോടൊക്കെ മാന്തൽ എന്നാണ് പറയുക കേട്ടോ. അപ്പം ആ മീനാണ് കിട്ടുന്നത്. ഈ മാന്തൽ മീൻ എപ്പോഴും വെക്കുമ്പോൾ കൂടുതൽ വെക്കരുത്, അത് കുറച്ച് വെക്കണം. കൂടുതൽ വെച്ചതൊരു ചണ്ടി പോലെ ആകുമ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാകില്ല. അപ്പോൾ അത് വെക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, കുറച്ച് മാത്രം ഇട്ടിട്ട് വെക്കണം ആ മീൻ കറി വെക്കുമ്പോൾ. എന്നിട്ട് അതിനകത്തേക്ക് ഇട്ട് അത് മീൻ തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഇടേണ്ടത് കേട്ടോ. എന്നിട്ട് മീൻ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, തിളച്ച് നല്ലോണം തേങ്ങയും മുളകിൻ്റെ പച്ചമണം മാറണേ. ആ പച്ചമണം മാറിയതിന് ശേഷമാണ് മാന്തലിടുന്നത്. മാന്തലിട്ട് പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ കണ്ടോ മാന്തലിടുന്നത്. പിന്നീട് നമ്മൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കരിവേപ്പിലൊക്കെ ഇട്ടിട്ട് തൂമിച്ചൊഴിക്കണം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കിയതൊരു സിമ്പിളായിട്ടുള്ള കറിയാണ്. അപ്പോൾ ആരും ഇല്ല വീട്ടിൽ, അപ്പോൾ ഞങ്ങൾ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ കറി വെച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഉപ്പേരി വെക്കാൻ വിചാരിച്ചു. പിന്നെ താളിച്ച് അതിനകത്തേക്ക് ഒഴിച്ചു. ഞങ്ങൾ കരിവേപ്പില, ഉള്ളി, വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് താളിച്ചൊഴിച്ചു. പിന്നീടൊരു പപ്പായ തോരൻ വെക്കാൻ വിചാരിച്ചു. കോഴിക്കോട് പറയാം കർമൂസ എന്നാണ് പറയുന്നത് കേട്ടോ. വീഡിയോ ഞാനിവിടെ സ്റ്റാൻഡ് കൊണ്ടുവരാത്തോണ്ട് കുട്ടികളെ പിടിച്ചെത്തത്. അപ്പോൾ അതുകൊണ്ടൊരു വൈബ്രേഷൻ ഉണ്ട് ഞാൻ ചാനൽ എടുക്കുന്ന സമയത്ത് കേട്ടോ. അതുകൊണ്ട് സോറി, നിങ്ങളോട് സോറി പറയണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണേ. പിന്നീടൊരു പപ്പായ തോരൻ വെക്കാൻ വെച്ചപ്പോൾ ഗ്യാസ് എല്ലായിടത്തും കുറവല്ലേ. അപ്പം നമ്മൾ ഗ്യാസിനകത്ത് തന്നെ ഒരു പപ്പായ തോരൻ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ കുക്കറാകുമ്പോൾ നമുക്ക് 2 മിനിറ്റ് കൊണ്ട് വിസിൽ വരും. ഗ്യാസ് ലാഭിക്കുകയും ചെയ്യാം. കോഴിക്കോടൊക്കെ നല്ല ക്ഷാമമാണ് ഗ്യാസ് കിട്ടാൻ വേണ്ടി. അപ്പോൾ കുക്കർ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചു. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വരിച്ചിരിക്കുന്ന പപ്പായ അതിനകത്തേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, തേങ്ങ, പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി ഇതൊക്കെ മിക്സിയിൽ ചതച്ചെടുത്തിരുന്ന്. എന്നിട്ട് നമ്മൾ കുക്കർ വെച്ചിട്ട് കർമൂസ അതിനകത്തേക്ക് ഇട്ടിട്ട് പപ്പായ അതിനകത്തേക്ക് ഇട്ടിട്ട് ഒറ്റ സ്റ്റീം വന്നിട്ടില്ല. സ്റ്റീം വരാനാകുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യണം നമ്മൾ കേട്ടോ. ഒരു വെള്ളത്തിൻ്റെ ആവശ്യമേ ഇല്ല ഇതിനകത്തേക്ക് നമുക്ക്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. എന്നുവെച്ചാൽ പപ്പായതിനകത്ത് ഓൾറെഡി വെള്ളം ഉണ്ടാവും. അപ്പോൾ ചെറിയൊരു ഫ്ലെയിമിൽ കൊടുത്തു കഴിഞ്ഞാൽ പപ്പായ നമുക്ക് സ്റ്റീം വരും കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം ഇല്ലാണ്ട് വെക്കാം. മറ്റു വെള്ളമായി കഴിഞ്ഞാൽ ഈ പപ്പായക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മളെല്ലാം കൂടി ഒരു കലക്കി കുത്തി വെച്ച പോലെ ഉണ്ടാവും. എന്നിട്ട് പപ്പായ വെന്തതിന് ശേഷം ഞാൻ ചട്ടിയിലേക്ക് ഒഴിച്ച് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, മഞ്ഞൾ ഇതൊക്കെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങൾ ബീച്ചിലൊക്കെ പോകുന്ന തിരക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വരുമ്പോൾ ഞങ്ങൾ ബീച്ചിൽ പോകും.